പണ്ടൊക്കെ നാട്ടിൽ നിൽക്കുമ്പോഴേ അമ്മ തലേദിവസമേ ചോദിക്കും നാളെ എന്തുണ്ടാക്കണം. ഉച്ചയാകുമ്പോഴേ അമ്മ ചോദിക്കും മോനെ നാളെ എന്തുണ്ടാക്കണം, ഇഡ്ഡലി ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം ഇന്ന് ഉച്ചയാകുമ്പോഴേ അരി വെള്ളത്തിലിടണമല്ലോ, അല്ലെങ്കിൽ നാളെ പുട്ടും കടലയും വേണേൽ കടല നേരത്തെ വെള്ളത്തിലിടണം. അതിന് അമ്മ ഇങ്ങനെ നേരത്തെ ചോദിക്കും. അതിൻ്റെയൊക്കെ ഒരു ഗുഡ് ആൻസർ എനിക്ക് ഇപ്പോഴാണ് ഗൈസ് മനസ്സിലായി. അപ്പം എനിക്ക് ദേഷ്യം വരുന്നു, ചുമ്മാ അമ്മ എന്തിനാ നാളത്തെ കാര്യമല്ലേ അത് എന്തെങ്കിലും ഉണ്ടാക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു പുച്ഛവും ദേഷ്യം തോന്നുന്നു ഗൈസ്. ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാതെ രാവിലെ എണീറ്റ് വരുമ്പോഴായിരിക്കും ഇന്ന് എന്തുണ്ടാക്കും, അപ്പോൾ ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടി എന്തെങ്കിലും അങ്ങ് ഉണ്ടാക്കും. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും തലേദിവസം എടുത്തതിൻ്റെ വർക്ക് പനീരും ബട്ടറും ഇരിപ്പുണ്ട്. അതെന്തായാലും ഇവിടെ വെച്ചേക്കാൻ പറ്റത്തില്ല, എന്തായാലും അഴുക്കായി പോവും, വെറുതെ ഞാൻ വേസ്റ്റാക്കി കളയും. പിന്നെ നമ്മൾ ആദ്യമായിട്ടായിരുന്നു അന്ന് പനീരുണ്ടാക്കുന്നത് കേട്ടോ. അന്നാണെങ്കിൽ എന്തായാലും ബട്ടറിലിട്ട് ഫ്രൈ ഒക്കെ ആക്കി ഉണ്ടാക്കിക്കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അത് തന്നെ ഇന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഒരു റെസിപ്പി 2 ദിവസം പരീക്ഷിച്ചിരിക്കും. കാരണം നമുക്കത് ഇഷ്ടപ്പെട്ടാലും ഇന്നൊരു പുതിയതായിട്ടൊരെണ്ണം പരീക്ഷിച്ച് അത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആ സെയിം കറി തന്നെ നാളെ തന്നെ പിന്നെയും ഉണ്ടാക്കും. അങ്ങനെ കഴിക്കാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരാണ് ഞങ്ങൾ. ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് വന്നതേ അടുക്കളയിലോട്ട്. എൻ്റെ അമ്മ എന്നോട് ചോദിക്കുകയും ചെയ്തായിരുന്നു. നീ ഇതിനു മുമ്പ് ഞാൻ വേറൊരു വീഡിയോ ഇട്ടായിരുന്നു, ആദ്യത്തെ വീഡിയോ, ഇതിൻ്റെ ആദ്യത്തെ പാർട്ട്. അത് കണ്ടപ്പോഴേ അമ്മ ചോദിച്ചു നീ അടുക്കളയിലാണ് കിടന്നുറങ്ങി അഞ്ചു എന്ന് ചോദിച്ചു എന്നെ കളിയാക്കിയായിരുന്നു ഗൈസ്. എന്തിനാണ് ഞാൻ എപ്പോഴും വിചാരിക്കും, ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഫ്രണ്ട്സിനോട് ആരെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാൻ പറയും എന്നെ ട്രോളാൻ എൻ്റെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ട്, പുറത്തുനിന്ന് ആൾക്കാരുടെ ആവശ്യമില്ല എന്നെ കളിയാക്കാനും ട്രോളാനും. കാരണം എൻ്റെ അമ്മ തന്നെ എന്നെ ട്രോളി കൊല്ലാറുണ്ട് പല വീഡിയോസ് കാണുമ്പോൾ. ഈ പച്ചയ്ക്ക് പനീരിട്ട് കറി വെക്കുന്നതിനെക്കാട്ടും നല്ലത്, അത് പച്ചയ്ക്ക് മീൻസ് കറിക്കകത്ത് വെറുതെ നമ്മളത് കഷ്ണമാക്കി ഇടുന്നതിനെക്കാട്ടും നല്ലത് ജസ്റ്റ് ബട്ടറിലോ എണ്ണയിലോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് എന്തെങ്കിലും ഒരു ഓയിലോ എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി ഇട്ടാലുണ്ടല്ലോ അതിൻ്റെ ഒരു പച്ച ഒരു ചുവ അങ്ങ് മാറി കിട്ടും. അപ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പനീർ നല്ലതാണല്ലോ കഴിക്കുന്നത്, ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫുഡാണല്ലോ പനീർ, പ്രോട്ടീനൊക്കെ നല്ലതായിട്ടുള്ള ഒരു ആഹാരമാണല്ലോ പനീർ. അപ്പം നല്ലതാണ് കഴിക്കുന്നത്. ഇപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർക്കും കഴിക്കാം, വെജ് കഴിക്കുന്നവർ കൂടുതലും പനീർ ചൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ ഓൺലൈനിൽ ഓഫർ കിട്ടിയപ്പം വാങ്ങിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ കൂടുതൽ സാധനം ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണ് നല്ലത്. അത് ഗ്രോസറി സാധനങ്ങളെല്ലാം ഓൺലൈനിൽ വാങ്ങിക്കുന്നതാണ് നല്ലത്. കാരണം വീട്ടിൽ തന്നെ കൊണ്ട് തരും, നമ്മൾ വെറുതെ അതിനായിട്ട് മെനക്കെട്ട് ഒരുങ്ങി കെട്ടി പോകണം, പിന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങും. ഇതാകുമ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താ പറയുക ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ വീട്ടിലെത്തിക്കും. രാവിലെ ഒരു എന്താ പറയുക ഒരു യുദ്ധമാണ്, ഞാൻ അടുക്കളയിൽ കിടന്ന് ഒരു വാറ് നടത്തുന്ന ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തട്ടിക്കൂട്ടൽ എന്തെങ്കിലും ഉണ്ടാക്കുക, വിശന്നിട്ടാണ് ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഉറക്കത്തിൽ നിന്നിട്ട് 10 മിനിറ്റുള്ളിൽ എന്തെങ്കിലും കഴിക്കാൻ വേണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിശപ്പാണ്. അങ്ങനെ അങ്ങ് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ എഴുന്നേറ്റ് പോയാൽ വിശന്നിട്ടൊരു രക്ഷയില്ല ഗൈസ്. എന്ത് ചെയ്യാനാണെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യാനാ.